ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചക്കക്കുരു മസാലക്കറി ഉണ്ടാക്കാം. ഇതിലേക്ക് വേണ്ടി സാധനങ്ങൾ: ചക്കക്കുരു ഒരു 250-300 ഗ്രാം. ചക്കക്കുരു റൗണ്ടായിട്ട് കട്ട് ചെയ്യണം, 2-3 ആയിട്ട്. തേങ്ങാക്കൊത്ത് ഒരു 1/2 കപ്പ്, ചുവന്നുള്ളി 1 കപ്പ് കീറിയത്, ഇഞ്ചി ചെറിയൊരു കഷ്ണം, വെളുത്തുള്ളി ഒരു 3-4 എണ്ണം, ഇത് രണ്ടും ചെറുതായിട്ട് അരിയണം, കറിവേപ്പില 2 തണ്ട്, തേങ്ങാപ്പാൽ 1/2 കപ്പ്. കുക്കറിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ചക്കക്കുരു ഇട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിക്കണം. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. തേങ്ങാക്കൊത്തിട്ട് ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുന്നത് വരെ വഴറ്റണം. ഇതിലേക്ക് ഉള്ളി കീറി വെച്ചതും ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് വഴറ്റുക. ഒരല്പം കറിവേപ്പിലയും കൂടെ ഇടുക. ഉള്ളി ഒരുവിധം വഴലുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. അധികം എരിവ് വേണ്ടാത്തവർക്ക് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മൊരിയുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു വെള്ളത്തോടെ ഇതിനകത്ത് ചേർക്കാം. മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നിങ്ങൾ എടുത്തിരിക്കുന്ന ചക്കക്കുരുവിന് അനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. നന്നായി ഇളക്കി യോജിപ്പിച്ച് 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കണം. ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഇരുന്ന് ഈ മസാലകളൊക്കെ ചക്കക്കുരുവിൽ പിടിക്കണം. നന്നായിട്ട് കുറുകി ഒരുവിധം വറ്റി വരുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാം. തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് താളിച്ച് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് 5-6 ചുവന്നുള്ളി അരിഞ്ഞതിട്ട് മൂപ്പിക്കുക. കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് മൂപ്പിച്ച് കറിയിൽ ഒഴിക്കുക.
നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.